വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രി അടക്കം 17 പേർക്കാണ് ഇരിപ്പിടം. VD സതീശനും രാജീവ് ചന്ദ്രശേഖരനും വേദിയിൽ ഇരിപ്പിടമുണ്ട്. M വിൻസെന്റിനും ശശി തരൂരിനും ഇരിപ്പിടം വേദിയിലാണ്. വേദിയിൽ സംസാരിക്കുന്നത് 3 പേർ മാത്രം. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ എന്നിവരാണ് സംസാരിക്കുക. പ്രശാന്ത് കൃഷ്ണ വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, വളരെ വ്യക്തമായ പദ്ധതിയാണ് ഇന്നത്തെ യോഗത്തിനുള്ളത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോദി 10 മണിക്കാണ് 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തും. ഇപ്പോൾ ഇതാണ് ഉദ്ഘാടനം ചടങ്ങ് നടക്കുന്ന വേദി. ഇതിൽ ചടങ്ങിൻ്റെ ഏകദേശ രൂപം അല്ലെങ്കിൽ ഒരു ഫൈനൽ ചാർട്ട് ആയിട്ടുണ്ട്. ഇത് പ്രകാരം 10:30 പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കഴിഞ്ഞാൽ 25 മിനിറ്റ് നേരം അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തെ പദ്ധതി പ്രദേശം വിശദമായി തന്നെ കാണും. ബർത്തിലൂടെ സഞ്ചരിച്ചും പോർട്ട് കൺട്രോൾ ഓഫീസിലെല്ലാം പോയും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് എന്നത് അദ്ദേഹം വിലയിരുത്തും. അതിനുശേഷം 11 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി ആ സമയത്ത് സ്വാഗതം ചെയ്യും. 11:02 മുതൽ 11:05 വരെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ആണ് സ്വാഗത പ്രസംഗം നടത്തുക. ശ്രദ്ധിക്കേണ്ടത്, ഈ ചടങ്ങ് നടക്കുമ്പോൾ വേദിയിൽ സംസാരിക്കുന്നത് 3 പേർ മാത്രമാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ എന്നിവരാണ്. മുഖ്യമന്ത്രി 11:05 മുതൽ 11:10 വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമാണ്. 11:10 മുതൽ 11:15 വരെ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. പ്രധാനമന്ത്രി അതിനുശേഷം ഈ ബട്ടണമർത്തി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന അനാച്ഛാദനം ചെയ്യും. അതിനുശേഷം 11:15 മുതൽ 12 മണി വരെയുള്ള സമയം 3/4 മണിക്കൂറാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഏതായാലും 12 മണിക്ക് ഈ ചടങ്ങുകൾക്ക് ശേഷം, ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി മടങ്ങും. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം മുൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ചേരുന്നു. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളെല്ലാം കടന്ന് ആദ്യ കപ്പൽ ക്രെയിനുമായി ഇവിടെ എത്തിയത് താങ്കൾ തുറമുഖ മന്ത്രിയായിരുന്ന കാലത്താണ്. എങ്ങനെ ഓർക്കുന്നു ഈ നിമിഷത്തെ, എങ്ങനെ കാണുന്നു? തീർച്ചയായും നമ്മൾ സ്വപ്നം കണ്ട ഒരു നിമിഷമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ഭാവിയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് സാധ്യമാകാവുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും ഏറ്റവും അടുത്ത് കരലഭിക്കുന്ന കടൽ എന്ന പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായ ആഴം 20 മീറ്ററിൽ കൂടുതലുള്ള പ്രദേശം എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഷിപ്പ് ഓപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗകര്യപ്രദമായി വരാനും പോകാനും കഴിയുന്ന പോർട്ട് എന്ന പ്രത്യേകത ഇതിനുണ്ട്. ഇടക്കാലത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ചരക്ക് നീക്കം ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു ട്രാൻസിറ്റ്മെൻറ്റ് പോർട്ടായി മാറ്റാൻ ഇതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാവിയിൽ വലിയ സംഭാവനകൾ ചെയ്യും. തിരുവനന്തപുരത്തിൻ്റെ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഇതിലൂടെ സാധ്യമാകുമെന്ന കാര്യം വ്യക്തമാണ്. പോർട്ടുകൾ നിറഞ്ഞു കിടക്കുന്ന മറ്റ് സിംഗപ്പൂർ പോലെയുള്ള വിവിധ രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആ രീതിയിൽപ്പെട്ട പ്രദേശങ്ങൾ പ്രവർത്തകർക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റിയ ധന്യ നിമിഷമാണ്. വലിയ പ്രതിസന്ധികൾ നേരിട്ട കാലഘട്ടം, കരിങ്കലിൻ്റെ ക്ഷാമം അടക്കമുള്ള പ്രതിസന്ധികൾ താങ്കളുടെ കാലഘട്ടം അതിജീവിക്കേണ്ടി വന്നു. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 2019 തന്നെ പൂർത്തിയാകേണ്ടതായിരുന്നു. ഇത് വൈകിയാണ് ഉണ്ടായത്. ആ പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ എത്രത്തോളം ദുഷ്കരമായിരുന്നു? ഈ ദിവസം താങ്കളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടിരുന്നോ? തീർച്ചയായും ആദ്യമായി ഒരു കപ്പൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കലണ്ടർ വെച്ചുകൊണ്ട് പ്രോഗ്രാം തയ്യാറാക്കി മുന്നോട്ട് പോയിരുന്നത്. അതിനിടയിൽ നമുക്കറിയാം കോവിഡും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ ഉണ്ടായി. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്ത് ഗൗരവതരമായി ആലോചിക്കുകയും ഓവർ ടൈം വർക്കുകൾ നടത്തിക്കൊണ്ട് എല്ലാ സെക്ഷനുകളെയും സജ്ജമാക്കിക്കൊണ്ട് പുതിയ കലണ്ടർ തയ്യാറാക്കിക്കൊണ്ടാണ് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമയം കണ്ടെത്തിയത്. അദാനി കമ്പനിയും വളരെ നന്നായി തന്നെ സഹകരിക്കുകയുണ്ടായി. കാരണം നേരത്തെ നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തിലും വേഗത്തിൽ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ ഓവർ ടൈം വർക്കുകൾ നടത്തിയാൽ മാത്രമേ സാധ്യമാകൂ എന്ന ഘട്ടം വന്നപ്പോൾ അതിനോട് സഹകരിക്കാൻ അദാനി കമ്പനി തയ്യാറായി. കരിങ്കൽ ക്ഷാമം നേരിട്ടപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കോറികൾക്ക് നിരവധി കോടതി ഇടപെടലുകളിലേക്ക് തുടർന്ന് നമുക്ക് ആവശ്യമായത്ര കല്ലുകൾ ലഭ്യമല്ലാത്ത സാഹചര്യം വന്നപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടിനെയും നമ്മൾ ആശ്രയിച്ചു. കർണാടകയിലെ മുഖ്യമന്ത്രിയുമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു. കർണാടകയിലെ മറ്റ് വകുപ്പ് മന്ത്രിമാരുമായി നേരിൽ പോയി ബന്ധപ്പെടുകയും ചർച്ച നടത്തുകയും ചെയ്തു. അതിൻ്റെ പരമായി ആവശ്യമായ കല്ലുകൾ അവിടെ നിന്ന് ലഭ്യമാക്കാനുള്ള സാഹചര്യം സംജാതമായി. അപ്പോഴാണ് ഈ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തി വന്നത്. കാരണം തമിഴ്നാട്ടിലെ റോഡുകൾ ചീത്തയാകുന്നു, അതിലൂടെ വലിയ ഭാരമുള്ള വണ്ടികൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന രീതിയിൽ വന്നു.
കേരളത്തിൽ നിന്ന് ചില പ്രതിസന്ധികൾ വന്നു. ഈ കല്ലുകൾ വഴിയിലൊക്കെ മറിഞ്ഞു വീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് കടത്തിവിടില്ല എന്ന രീതിയിലുള്ള പ്രക്ഷോഭം ഒരു ഭാഗത്ത് വന്നു. മറുഭാഗത്ത് മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സമരം വന്നു. ഇതിനെയൊക്കെ തന്നെ സമന്വയത്തോടു കൂടി നേരിട്ടുകൊണ്ട് എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിക്കുന്ന ഈ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഓർമ്മകൾ നിരവധി പങ്കുവയ്ക്കാനുണ്ടാകും.